പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. സ്നേഹസാന്ത്വനം ശുശ്രൂഷയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സന്ധ്യയായി, ഉഷസായി, 36-ാം ദിവസം. ആമോസ് പ്രവാചകന്റെ ഗ്രന്ഥം 9-ാം അധ്യായം 11, 13 മുതൽ 15 വരെയും ഉള്ള തിരുവചനങ്ങൾ. അന്ന് ദാവീദിന്റെ വീണുപോയ കൂടാരത്തെ ഞാൻ ഉയർത്തും, കേടുപാടുകൾ തീർത്ത് വീണ്ടും അതിനെ പഴയകാലത്തെന്ന പോലെ പണിതുയർത്തും. കർത്താവ് അരുളിച്ചെയ്യുന്നു, ആ ദിനങ്ങൾ ആസന്നമായി. അന്ന് ഉഴവുകാരൻ കൊയ്ത്തുകാരനെയും മുന്തിരി മെതിക്കുന്നവൻ വിതക്കാരനെയും പിന്നിലാക്കും. പർവ്വതങ്ങൾ പുതുവീഞ്ഞ് പൊഴിക്കും, മലകളിൽ അത് കവിഞ്ഞ് ഒഴുകും. എൻ്റെ ജനമായ ഇസ്രായേലിൻ്റെ ഐശ്വര്യം ഞാൻ പുനഃസ്ഥാപിക്കും. തകർന്ന നഗരങ്ങൾ പുനരുദ്ധരിച്ച് അവർ അതിൽ വസിക്കും. മുന്തിരിത്തോപ്പുകൾ നട്ടുപിടിപ്പിച്ച് അവർ വീഞ്ഞു കുടിക്കും. അവർ തോട്ടങ്ങളുണ്ടാക്കി ഫലം ആസ്വദിക്കും. അവർക്ക് നൽകിയ ദേശത്ത് ഞാൻ അവരെ നട്ടു വളർത്തും. ആരും അവരെ പിഴുതെറിയുകയില്ല. ദൈവമായ കർത്താവാണ് അരുളിച്ചെയ്യുന്നത്. കർത്താവിൻ്റെ വചനം. ദൈവത്തിന് നന്ദി. സ്നേഹിതരെ, ഇസ്രായേൽ ജനത്തെ ദൈവം പുനരുദ്ധരിക്കുവാൻ പോകുന്നു എന്ന സദ്വാർത്തയാണ് പ്രവാചകനായ ആമോസിലൂടെ ദൈവമായ കർത്താവ് നൽകുന്നത്. എല്ലാ നന്മകളുടെയും ഉറവിടമായ ദൈവം ഇസ്രായേലിനെ പണിതുയർത്തും. എല്ലാ കേടുപാടുകളും തീർത്ത് ഇസ്രായേലിൻ്റെ പഴയ പ്രതാപത്തിലേക്ക് അവിടുന്ന് കൊണ്ടുവരും. ദൈവം അവരോട് ചെയ്ത ഉടമ്പടി അനുസ്മരിച്ചുകൊണ്ട് ദൈവം അവരുടെ ദൈവവും അവർ ദൈവത്തിൻ്റെ ജനവുമായി തുടരുന്ന പഴയകാല പ്രതാപത്തിൻ്റെ ഉടമ്പടി അനുസ്മരിച്ചുകൊണ്ട് കർത്താവ് അരുളി ചെയ്യുന്നു, ഞാൻ നിങ്ങളെ നിങ്ങളുടെ പ്രതീക്ഷകൾക്കും അപ്പുറം ഞാൻ നിങ്ങളെ പണിത് ഉയർത്തും. നിങ്ങൾ ചെയ്യുന്ന കർമ്മങ്ങളെല്ലാം സഫലമാകും. എന്തെന്നാൽ നിങ്ങളെ നട്ടു വളർത്തുന്നത് ഞാനാണ്. എല്ലാ പരാജയങ്ങളിൽ നിന്നും തകർച്ചകളിൽ നിന്നും ഞാൻ നിങ്ങളെ ഉയർത്തി അനുഗ്രഹിക്കും. അങ്ങനെ അബ്രഹാമിനോടും പിതാക്കന്മാരോടും അവിടുന്ന് പറഞ്ഞ ഉടമ്പടി ദൈവം ഉറപ്പിക്കുമെന്ന് ആമോസിലൂടെ ദൈവം അരുളി ചെയ്യുന്നു. ദൈവത്തിൻ്റെ ജനം പലപ്പോഴായി ദൈവത്തെ മറക്കുകയും ദൈവത്തോടുള്ള വിശ്വസ്തതയിൽ അവർ ഇടറി വീഴുകയും ചെയ്തിട്ടുണ്ട്. കാലാകാലങ്ങളിൽ പ്രവാചകന്മാർ വഴി ദൈവം അത് അവരെ ഓർമ്മപ്പെടുത്തിയിട്ടുമുണ്ട്. എങ്കിലും ദൈവം അവരെ ഉപേക്ഷിക്കുന്നില്ല. ദൈവത്തിൽ നിന്ന് എത്ര കണ്ട് അകന്നു പോകുന്നുവോ അത്ര കണ്ട് ദൈവം അവരോട് അടുത്തു വരുന്ന പ്രതിഭാസമാണ് വേദഗ്രന്ഥങ്ങളിൽ നാം കണ്ടെത്തുക. അകന്നു പോകുന്ന മനുഷ്യനും അടുത്തു വരുന്ന ദൈവവുമാണ് പ്രവാചകന്മാരിലൂടെ നാം മനസ്സിലാക്കുക. ദൈവത്തിന് ഈ ജനതയെ ഉപേക്ഷിക്കാനാവില്ല. ദൈവത്തിൻ്റെ ഹൃദയം അവർക്കായി തുടിക്കുന്നു. എന്തെന്നാൽ ദൈവം തൻ്റെ ഉടമ്പടിയോട് വിശ്വസ്തത കാണിക്കുന്നു. തന്നെ അവിശ്വസിക്കുവാൻ ദൈവത്തിന് കഴിയില്ല എന്നതുകൊണ്ട് തന്നെ ഈ ദൈവജനത്തോട് ദൈവം കരുണ കാണിക്കുന്നു.
തലമുറകളായി ഈ കരുണ കവിഞ്ഞ് ഒഴുകുന്നു. ആ കരുണയുടെ അഭിഷേകമാണ് ആമോസ് പ്രവാചകനിലൂടെ ഇന്ന് ദൈവം നമുക്ക് നൽകുക. പ്രത്യാശ നമ്മെ നിരാശരാക്കുന്നില്ല. ഈ പ്രത്യാശയിൽ അവിടുത്തെ സാന്ത്വനം അനുഭവിക്കുവാൻ നമുക്ക് കർത്താവിൻ്റെ വചനങ്ങളോട് വിശ്വസ്തത കാണിക്കാം. അവിടുന്ന് നമ്മോട് ചെയ്ത ഉടമ്പടി നമുക്ക് അനുസ്മരിക്കാം. അനുസരിക്കാൻ തയ്യാറാണെങ്കിൽ ഐശ്വര്യം പ്രാപിക്കും എന്ന് നമ്മെ ഓർമ്മപ്പെടുത്തുന്ന പ്രവാചക വചനം ഓർത്തുകൊണ്ട് അവിടുന്ന് നമ്മുടെ മുമ്പിൽ വച്ചിരിക്കുന്ന നന്മ നമുക്ക് തിരഞ്ഞെടുക്കാം. നിന്റെ മുമ്പിൽ നന്മയും തിന്മയും ജീവനും മരണവും ഞാൻ വെച്ചിരിക്കുന്നു. ഇഷ്ടമുള്ളത് നിനക്ക് തിരഞ്ഞെടുക്കാം. പൂർണ്ണ സ്വാതന്ത്ര്യത്തിൽ അവിടുന്ന് നമ്മുടെ മുമ്പിൽ വച്ചിരിക്കുന്ന നന്മയും ജീവനും തിരഞ്ഞെടുത്ത് അവിടുത്തെ അനുഗ്രഹ സാന്ത്വനം അനുഭവിക്കാൻ നമുക്ക് പരിശ്രമിക്കാം. ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ. നമുക്ക് പ്രാർത്ഥിക്കാം. കരുണാനിധിയായ ദൈവമേ, അങ്ങയുടെ അനുഗ്രഹ സമൃദ്ധിയിൽ അഭിരമിക്കാൻ എന്നെ അനുവദിക്കണമേ. നിതാന്ത ജാഗ്രതയോടെ അങ്ങയുടെ ഉടമ്പടി അനുസ്മരിക്കാനും അനുഗ്രഹം പ്രാപിക്കാനും എന്നെ അനുഗ്രഹിക്കണമേ. ആമേൻ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ത്രിത്വൈക ദൈവം നിങ്ങളേവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.